ഉത്തർപ്രദേശ് സംസ്ഥാനം രാജ്യത്തിനും ലോകത്തിനും ആകെ തന്നെ ഒരു മാതൃകയാകുന്നതാണ് കാണുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വാർത്തയിൽ ഇടം നേടിയിരിക്കുന്നത് പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയാണ്. അതിനോടൊപ്പം വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. 8 കോടിയിലധികം പാവപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം കൂറുന്ന ഒരു വാർത്തയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് യു.പിയും ബീഹാറും ഒക്കെ നമ്മൾ വർഷങ്ങളായിട്ട് വിലയിരുത്തിക്കൊണ്ടിരുന്നത്. മാറി മാറി പല സർക്കാരുകൾ വന്നെങ്കിലും ഒരിക്കലും ആ ഒരു ദുഷ്പേരിൽ നിന്ന് അവർ മോചിതമായിരുന്നില്ല. ദാരിദ്ര്യ സംസ്ഥാനം എന്നുള്ളത്, ഗുണ്ട സംസ്ഥാനം എന്നുള്ളത്, യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലാത്ത, ബേസിക് ഫെസിലിറ്റികളില്ലാത്ത, ആശുപത്രികളില്ലാത്ത, നല്ല റോഡുകളില്ലാത്ത, വൈദ്യുതി എല്ലായിടത്തും എത്താത്ത, ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുഷ്പേരിലാണ് യു.പി അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അദ്ദേഹം ഗംഭീരമായ വികസന പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോയി എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ഡൽഹി ഇലക്ഷൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഡൽഹി ഇലക്ഷനിൽ പലരും പറഞ്ഞത് നിങ്ങൾ ആ നോയിഡയുടെ അപ്പുറമുള്ള ഭാഗങ്ങൾ നോക്കുക, അവിടെ വന്ന് ഗാസിയാബാദ്, പ്രത്യേകിച്ച് ഗാസിയാബാദിലൊക്കെ വന്നിരിക്കുന്ന മാറ്റം എത്രയാണെന്ന് കണ്ടു നോക്കുക എന്നുള്ളതാണ് ഡൽഹിയിലെ ജനങ്ങൾ പറഞ്ഞത്. ഇപ്പം നമുക്കിവിടെ വെള്ളം സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്, അരി നമുക്ക് പെൻഷൻ പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബസ് സൗജന്യമായിട്ട് യാത്രാശ്രീകൾ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ റോഡുകളും യു.പിയിലെ പല റോഡുകളും തമ്മിൽ ഒത്തു നോക്കുക. പ്രത്യേകിച്ച് ഗാസിയാബാദിലും ഒക്കെ വന്നിരിക്കുന്ന മാറ്റം. ഗാസിയാബാദ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോർഡറാണ്, യു.പിയുടെയും ഡൽഹിയുടെയും ബോർഡറാണ് ഗാസിയാബാദ്. അപ്പോൾ ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഡൽഹിക്കാർക്ക് മിക്കവർക്കും അറിയാം ഗാസിയാബാദിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഗാസിയാബാദിൽ വന്നിരിക്കുന്ന മാറ്റം എത്രയാണ്? തലസ്ഥാനമായ ഡൽഹിയിൽ ഇത്രയും നല്ല മാറ്റം വന്നിട്ടില്ലല്ലോ, ഇത്രയും നല്ല റോഡുകൾ വന്നിട്ടില്ലല്ലോ, ഇത്രയും നല്ല ഡ്രെയിനേജ് സംവിധാനം വന്നിട്ടില്ലല്ലോ, ഇത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഫ്ലൈ ഓവറുകൾ, ഇങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഡൽഹിയിലെ ഇലക്ഷനിൽ ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം യു.പിയിൽ നോർത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല വികസനങ്ങളും യു.പിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന് കഴിഞ്ഞത് യോഗി ആദിത്യനാഥിൻ്റെ ശ്രമമാണ്. അതായത് എന്ത് ചെയ്താലും അതിൽ ഒരു വ്യവസായ കണ്ണും കൂടെ ഉണ്ടെന്നാണ്. സാധാരണ ഒരു യോഗി അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ രീതി അല്ല അദ്ദേഹത്തിന്. അതിനകത്തൊരു എക്കണോമിക് എലിമെൻറ്റും കൂടെ നോക്കും. അപ്പോൾ രാമജന്മഭൂമി അവിടെ വന്നു, ശ്രീരാമൻ്റെ വിഗ്രഹപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടത് ഇന്ത്യയിലെ ഓരോ ജനവും ഇവിടെ വന്ന് കണ്ടാൽ എത്ര കോടി ഈ ഖജനാവിലേക്ക് വരും എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൻ്റെ പ്രത്യേകത. ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ രാമജന്മഭൂമി കാണാനായിട്ട് പോവുകയാണ്, അയോധ്യയിലേക്ക് പോവുകയാണ്. ഇത് പണം മുഴുവൻ ആർക്കാണ് കിട്ടുന്നത്? നമ്മൾ ശബരിമലയിൽ കിട്ടുന്ന കോടികളുടെ കഥ പറയില്ലേ, അത് മകരവിളക്കിനാണെങ്കിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണെങ്കിൽ ഇത് 365 ദിവസവും ഇപ്പം ഇന്ത്യയുടെ ശ്രദ്ധയുള്ള ഒരു ആരാധനാ കേന്ദ്രമായിട്ട് അയോധ്യയെ കൊണ്ടുവരികയും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റിയൊക്കെ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ കുംഭമേള നടക്കുന്നു. ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ യാതൊരു കുഴപ്പവും കൂടാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് 3 ലക്ഷം കോടിയുടെ വളർച്ചയാണ് ഈ കുംഭമേളയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതെ, ഇതെല്ലാം സാമ്പത്തികമായിട്ട് കൂടെയാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഈ ആൾക്കൂട്ടം വരുന്നത് മാത്രമല്ല, ഈ വരുന്ന ആൾക്കൂട്ടത്തിൻ്റെ ജീവിതത്തിന് വേണ്ട ഒരാൾ ഒരു ദിവസം വരുമ്പം അയാളുടെ ദൈനംദിന ചെലവുകളും താമസവും എല്ലാം അവിടെ നടക്കുകയാണ്. അപ്പോൾ ഒരാൾ യു.പിയുടെ ഖജനാവിലേക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. ആ വിധത്തിൽ കൂടെ അത് പ്രയോജനപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അത് ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത്. ശബരിമല പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കേരളത്തിന് ഈ തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ശബരിമലയും വലിയൊരു മാർക്കറ്റിംഗ് രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. എല്ലാ തൃശ്ശൂർ പൂരമായാലും ശബരിമലയായാലും ആറ്റുകാൽ പൊങ്കാലയായാലും പാലക്കാട്ടത്തെ രഥോത്സവം, ഏത് സാധനമാണ് നമുക്ക് മാർക്കറ്റ് ചെയ്ത് കൊടുത്തത്? ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അട്രാക്ഷനായിട്ട് ഇതൊക്കെ ഗുരുവായൂരമ്പലമായാലും പത്മനാഭസ്വാമി ക്ഷേത്രമായാലും അതിലെ നിധിയായാലും ഇതൊക്കെ കാണാനായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദുക്കൾക്ക് വലിയ താല്പര്യമുണ്ട്. അതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ
സാമ്പത്തിക പ്രശ്നങ്ങളിൽ പകുതി മാറി കിട്ടും. ഈ ഒരു കാലത്ത് ആലോചിക്കണം, ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു തട്ടകമാണ് UP ആര് പിടിക്കുന്നു അവരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടം കോൺഗ്രസിൻ്റെ കൈപ്പിടിയിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നല്ലോ ഹിന്ദി ഹൃദയ ഭൂമി. അത് മുലായം സിംഗ് വന്ന് തട്ടിപ്പറിച്ചു. അതെ, അവിടെയാണ് 8 കോടിയിലധികം പേര് ഇത്രയും കാലം ദാരിദ്ര്യത്തിലായിരുന്നു എന്നുള്ള വിവരം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ യോഗി വരുന്നതിന് മുമ്പുള്ള പിക്ചർ ഞാൻ പറഞ്ഞല്ലോ, ഗുണ്ടാരാജ്. അപ്പം പിന്നെ മുലായം സിംഗിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഗുസ്തിക്കാരനായിരുന്നു. അദ്ദേഹം കുറേ ഗുണ്ടകളെ കൊണ്ടാണ് നടന്നിരുന്നത്. അങ്ങനെയാണ് അവിടെ ഭരണം പിടിച്ചിറക്കിക്കൊണ്ടിരുന്നത് പലപ്പോഴും. അതിൽ നിന്ന് മാറി പിന്നെ ഒരു വ്യത്യാസം വന്നത് യോഗിയുടെ കാലഘട്ടത്തിലാണ്. എന്തിന് നമ്മുടെ യൂസഫ് അലിയെ അവിടെ കൊണ്ടുവന്ന് 5000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിച്ചില്ലേ? അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതിനകത്ത് ജാതിയും മതവും ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. യൂസഫ് അലിയെ വരവേറ്റു. അദ്ദേഹത്തിന് ഇനിയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാണത്തിൽ മാത്രമല്ല, അവിടെ ഈ നമ്മുടെ ആരോഗ്യ പദ്ധതി, ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ വളരെ വലിയ മുന്നോട്ട് പോകാനായിട്ട് ക്ഷേമ രംഗത്ത് കഴിഞ്ഞു. അതുപോലെ ഈ റേഷനിങ് എന്ന് പറഞ്ഞൊരു സംവിധാനം അവിടെ വളരെ താറുമാറിലായി കിടന്നതാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ ദാരിദ്ര്യത്തിൽ വ്യത്യാസം വന്നത്. വളരെ താഴെത്തട്ടിലേക്ക് വരെ എത്തുന്ന റേഷനിങ് സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നുള്ളതാണ്. മോദി സർക്കാർ ഈ റേഷനിങ് സംവിധാനം തുടരാനുള്ളൊരു പ്രധാന കാരണവും കൂടെ യോഗിയാണെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ അത് നിർത്തലാക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം തീർച്ചയായിട്ടും ഇത് വേണ്ടതാണ്. ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാർക്ക് അഭിവൃദ്ധിയിലേക്ക് വരുന്നതിനുള്ള ഒരു ഘട്ടം ഇനിയും കടക്കേണ്ടതുണ്ട്. അതിന് ഈ റേഷനിങ് സംവിധാനവും ഇപ്പോഴത്തെ സബ്സിഡൈസ്ഡ് കേന്ദ്ര ഗവൺമെൻറ് അരി ഉൾപ്പെടെ മറ്റ് ഗോതമ്പ് ധാന്യങ്ങളൊക്കെ കൊടുക്കുന്ന സംവിധാനം തുടരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി അത് അദ്ദേഹം താഴെത്തട്ടിൽ വരെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആളുകൾക്ക് പണം കയ്യിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ഗ്രാമീണരെല്ലാം വളരെ സംതൃപ്തരാണ്. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സ്കീമുകളും അദ്ദേഹം ഭംഗിയായിട്ട് താഴെത്തട്ട് വരെ നടപ്പിലാക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിലെ ആൾക്കാർക്ക് കൊതി തോന്നുന്ന വിധത്തിൽ ഗാസിയാബാദിൽ വികസനം നടന്നു എന്നാണ് പറയുന്നത്. UPയുടെ ബോർഡർ കണ്ടിട്ട് ഇതെന്താ ഡൽഹിയിൽ വരാത്തതെന്ന് ചോദിക്കുന്ന അവസ്ഥ വോട്ടർമാർ. അപ്പോൾ ആ മാറ്റം എത്രയാണെന്ന് ആലോചിച്ചു. അപ്പം അത്തരത്തിൽ ഇത് വിസിബിൾ ചേഞ്ചസ് അദ്ദേഹം വരുത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം രാജ്യത്തെ പുറകോട്ടടിച്ച ഒരു രീതിയായിരുന്നു കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായിരുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അല്ല, ഈ ഗ്രാസ് റൂട്ടിൽ ഒരു വികസനത്തിന് പോയിട്ടില്ലല്ലോ. രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞല്ലോ, 100 രൂപ മുടക്കിയാൽ 10 രൂപയാണ് താഴെത്തട്ടിലെത്തുന്നത്. അപ്പോൾ 90 രൂപയും മുകളിൽത്തട്ടിലും ഇടത്തട്ടിലും ഉള്ളവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പറഞ്ഞതാണ്. കേന്ദ്ര സർക്കാർ 100 രൂപ മുടക്കുമ്പോൾ 10 രൂപയാണ് താഴെത്തട്ടിലെത്തുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 90 രൂപയും വേറെ ആൾക്കാർ തിന്നെയായിരുന്നു. അപ്പോൾ 90 നിന്ന് എത്ര കോടിയാണ്? ഖജനാവിലെ എത്രയോ കോടികളാണ് ഇങ്ങനെ ഇടത്തട്ടിലും മുകൾത്തട്ടിലുമായിട്ട് പലര് ഭക്ഷിച്ചുകൊണ്ട് പോയത്. അതിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതിഭയങ്കരമായൊരു മാനേജ്മെൻറ്റ് ടാക്ടിക്സാണ്. ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് യോഗി. അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം ഒരു പൂജാരിയോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ ഒന്നുമല്ല. ഭയങ്കരമായൊരു ഡിസിപ്ലിൻഡ് മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ല. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, ഒറ്റ കാര്യമേ ഉള്ളൂ, രാവിലെ ഉണരുക, പിന്നെ തൻ്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സംസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുക. വേറെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ. മക്കളെല്ലാ മറ്റേ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ, പിന്നെ ആകെ ആത്മീയമായ ചില കാര്യങ്ങൾക്ക് എടുക്കുന്ന സമയം, പ്രാർത്ഥനയോ വല്ലതും കാര്യങ്ങൾക്ക് എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ സമയവും അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്, സംസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വികസനം അവിടെ അതിഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ദുബായി പോയിരുന്നു. അപ്പോൾ അവിടെ UPയിലെ ഒരു ഫാമിലി ഞാൻ കണ്ടു. അപ്പോൾ അവർ എന്നോട് പറയുമായിരുന്നു, ഞങ്ങൾ 6 വർഷമായിട്ട് ഇപ്പോഴാണ് UP പോയത്. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ചേഞ്ച് 6 വർഷത്തിന് ശേഷം ഞങ്ങൾ ചെന്നപ്പം ഇതായിരുന്നു നമ്മുടെ വീട്ടിലേക്കുള്ള വഴി, ഇതായിരുന്നു ഞങ്ങളുടെ എയർപോർട്ട്, ഇതായിരുന്നു ഞങ്ങളുടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്ന് ഞങ്ങൾ സ്വയം ചോദിച്ചു പോയി. ട്രമൻഡസ് ചേഞ്ച് എന്നാണ് കാര്യം എടുത്ത് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് വലിയ, അത് കിഴക്കൻ UP എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, കർഷകർ മാത്രമുള്ള വളരെ പിന്നോക്കമായ സ്ഥലമാണ്. അവിടെയുള്ള ഒരു ഫാമിലിയിലെ ഒരാളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി, ഇത്രയും വലിയ മാറ്റം.
പിന്നെ ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംസ്ഥാനം, ജനസംഖ്യയും വളരെ കൂടുതൽ, 25 കോടി ജനങ്ങളല്ലേ. നമ്മളിവിടെ 3.5 കോടിയേ ഉള്ളൂ. മറ്റേത് ഏകദേശം അതിൻ്റെ പിന്നെ എത്ര ഇരട്ടിയാ വരുന്നത്? 25 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. ആ ജനതയ്ക്ക്, അതിൽ 8 കോടി ജനതയ്ക്ക് പിന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി ഉണ്ടാക്കി കൊടുത്തു. ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവർക്ക് 3 നേരം അന്നത്തിനുള്ള വകയുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. നമ്മളിപ്പോഴും പറയുന്നത്, ഇവിടെ നമ്മൾ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ അതിദാരിദ്ര്യരെ ഇല്ലാതാക്കുന്നു. അത് യു പിയിൽ അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രത്തിനും ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ച അതിപ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടാവുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ആ പ്രദേശത്തിന് വികസനം ഉണ്ടാവൂ.